തുടങ്ങി ഇങ്ങനെ കാണിക്കണോ? ഇത് മതി, ഇങ്ങനെ ഇതോ അപ്പോൾ ഇതാണോ? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ലിപ്സ്റ്റിക് സ്വാച്ചിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം. നമ്മുടെ അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് മാൾസിൻ്റെ ലിപ് ക്രയോൺ ആണേ. ഇതിൻ്റെ ഷെയ്ഡ് നെയിം ഐ എം പവർഫുൾ എന്നാണേ. ഇതൊരു മാറ്റ് ഫിനിഷ് വരുന്ന ലിപ് ക്രയോൺ ആണ്. 12 hours വരെ ഇത് സ്മജ്ജാവില്ല എന്ന് പറഞ്ഞാലും ഒരു 4 hours ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആക്കുവേ. ശ്രുതിയുടെ സ്കിന്നിൽ ഈ ലിപ്സ്റ്റിക്കും ചെറുതായിട്ടൊന്ന് വാഷ് ഔട്ട് ആയിട്ടുണ്ട്. എൻ്റെ സ്കിൻ ടോണിനും ഇത് അത്യാവശ്യം ബ്രൈറ്റനിങ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ കൂൾ അണ്ടർ ടോൺ ഉള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്, വളരെ അഫോർഡബിൾ ഓപ്ഷനുമാണ് ഇത്. പിന്നെ ഒരു ബ്രൗൺ ലിപ് ലൈനർ ഉണ്ടെങ്കിൽ ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കട്രീന കൈഫിൻ്റെ സ്വന്തം കെ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്താലോ. കെ ബ്യൂട്ടി ഹൈഡ്രാ ക്രം ലിപ്സ്റ്റിക്കാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. സേജ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഷെയ്ഡിൻ്റെ പേര്. ഇതിനെ നിങ്ങൾ ലിപ്സ്റ്റിക് ആയിട്ടൊന്നും കൂട്ടരുത്, ഒരു ലിപ് ബാമായിട്ട് മാത്രം ഇതിനെ കൂട്ടിയാൽ മതി. നല്ല മോയ്സ്ചറൈസിങ് ആണ്, പക്ഷെ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഷെയ്ഡ് കണ്ടാലോ. അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ്. നിങ്ങൾ ലിപ്സ്റ്റിക് ഇടാതെ പറ്റിക്കുന്നോ എന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ആ ഷെയ്ഡ് വന്നത്. ഇതിനെ നമുക്ക് ലിപ് ലൈനർ ഇട്ടും രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പൈസ പോയി ഗൈസ്, അത്രയേ പറയാനുള്ളൂ. ഇനി നമുക്ക് മേബ്ലിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റിങ്ങിലെ വോയേജർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമേ. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ഷെയ്ഡാണ്. ഒരു ബർഗണ്ടി ഷെയ്ഡിൽ നല്ലൊരു ലിപ്സ്റ്റിക്ക് നോക്കുന്നെങ്കിൽ ഇത് മസ്റ്റ് ബൈ ആയിട്ട് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു നല്ല വശവും ചീത്ത വശവും എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ചീത്ത വശം എന്ന് ഞാൻ പറയാൻ കാരണം ഇത് ഭയങ്കര പാടാണ് കേട്ടോ റിമൂവ് ചെയ്യാൻ. ഇതിട്ടിട്ട് പോയി നമ്മളൊരു സദ്യ കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് പോലും ഈ ലിപ്സ്റ്റിക്ക് അനങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഡു കമൻറ്റ് ബിലോ. അപ്പോൾ ബൈ.